ഭക്ഷണ വിഭവങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട കാസർഗോഡ് മീൻ വിഭവങ്ങൾ മാത്രമല്ല, ഉപ്പിലിട്ട പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ഈ ജില്ലക്കാർക്ക് പ്രിയപ്പെട്ടതാണ്. രാത്രികാലങ്ങളിൽ മാത്രം സജീവമാകുന്ന ഇത്തരം കേന്ദ്രങ്ങളിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. സമയം ഇപ്പോൾ രാത്രി 8:35. നല്ല വിശപ്പുണ്ട്, ഭക്ഷണം കഴിക്കണം. എന്നാൽ പിന്നെ ഒരു കിടുക്കാച്ചി സ്ഥലത്ത് പോയിട്ട് നല്ല വൈബിൽ ഭക്ഷണം കഴിച്ചാലോ? അങ്ങനെ ഒരു സ്ഥലത്തേക്കാണ് ഞാനിന്ന് പോകുന്നത്. കാസർഗോഡ് ജില്ലയുടെ രാത്രി കാഴ്ചകളിലേക്ക്, ഭക്ഷണശാലകളിലേക്ക് നമുക്കൊന്ന് പോയി വരാം. അങ്ങനെ നമ്മൾ കാസർഗോഡിൻ്റെ പ്രത്യേകതയുള്ള ആ ഭക്ഷണ വിഭവങ്ങൾ തേടിയെത്തിയിട്ടുണ്ട്. ഉപ്പിലിട്ടതാണ് ഏവർക്കും പ്രിയം. അതും നമ്മുടെ നാട്ടിലെ പോലെ നെല്ലിക്കയും മാങ്ങയും മാത്രമല്ല, കുറേയേറെ വിഭവങ്ങളുണ്ട്. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. അപ്പോൾ ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ കഴിയും എത്രയേറെ വിഭവങ്ങളുണ്ട് ഇവിടെ. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആയിട്ട് 20-ലധികം വിഭവങ്ങൾ ഇവിടെ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് ഉപ്പിലിട്ടിട്ടുണ്ട്. ആപ്പിളുണ്ട്, പൈനാപ്പിളുണ്ട്, തണ്ണിമത്തനുണ്ട്, മാങ്ങയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഇവിടെ വന്നതിന് ശേഷം ഒരറ്റത്തുനിന്ന് ഒരറ്റം വരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഈ സാധനങ്ങൾ തേടിയിട്ട്. ഫസ്റ്റായിട്ട് ഞങ്ങളുടെ വെജിറ്റബിളാണ് നമ്മളുടെ ഇത് ഫ്രൂട്ട് സലാഡ് സ്പെഷ്യലായിട്ടുള്ളത്. സ്പെഷ്യലായിട്ട് നമ്മൾ മെയിനായിട്ട് ഉപ്പിലിട്ട് വരുന്നത്. പിന്നെ ആൾക്കാർ അത് കഴിച്ചിട്ട് പിന്നെ ഫുഡ് ഐറ്റംസിൽ നെയ്പ്പത്തിൽ, ദോശ, പൊറോട്ട, ചപ്പാത്തി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ്. ഓപ്പൺ ഞങ്ങൾ ഉച്ചയ്ക്ക് ഒരു 2 മണി 2:30 സ്റ്റാർട്ട്. അപ്പോഴേക്ക് ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടുണ്ടാവും. പിന്നെ രാത്രിയൊക്കെ നമുക്ക് തിരക്ക് വരുന്നത്. പിന്നെ രാവിലെ ഒരു 4 മണി 4:30 അതൊരാളുണ്ടാവും. അപ്പോഴാണ് ക്ലോസ് ആക്കുന്നത്. അടിപൊളി ഫുഡാണ്. ഭയങ്കര എന്ത് പറയല്, നമ്മൾ കഴിച്ചാലും വീണ്ടും കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നല്ല വൈബാണ്. കാരണം ആ സ്പൈസി ആയിട്ടുള്ള ഐറ്റംസൊക്കെ നല്ല കുറച്ച് നിന്നാൽ തന്നെ. ഇപ്പോൾ 100 രൂപൻ്റെ ഞാൻ വാങ്ങിച്ചാണ്, പിന്നെ 100 രൂപൻ്റെ വാങ്ങിക്കാണ്ട് കുറച്ച് നിന്നാൽ തന്നെ നല്ല രസമാണ്. സൂപ്പർ. ഏറ്റവും ഇഷ്ടം എന്താ? ഉപ്പിലിട്ട മാങ്ങ. എല്ലാം കഴിച്ചോ? എന്തൊക്കെ കഴിച്ചു? മാങ്ങ, പൈനാപ്പിള്. നമ്മൾ മലയാളികൾ പണ്ടേ ഭക്ഷണപ്രിയരല്ലേ? ഏറ്റവും നല്ല ഭക്ഷണം, വെറൈറ്റി ഭക്ഷണം, അത് എത്ര കിലോമീറ്റർ അകലെ നിന്ന് കിട്ടിയാലും നമ്മൾ അത്രയും ദൂരം ഏത് പാതിരാത്രിയിലും പോകും. അവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഒരു വിവേചനവും നമ്മൾ കാണിക്കാറില്ല. അതിനുദാഹരണമാണ് ഇപ്പോൾ നമുക്ക് പുറകിൽ കാണുന്നത്. തീരദേശ മേഖലയിലെ സീ ഫുഡും അൽഫാമും മന്തിയും ബിരിയാണിയും മാത്രമല്ല കേട്ടോ. ഇങ്ങനെ വൈവിധ്യമാർന്ന ഭക്ഷണ വിഭവങ്ങൾ തേടി ഏത് പാതിരാത്രിയിലും ഞങ്ങൾ പുറത്തിറങ്ങാറുണ്ട്. കാസർഗോഡ് നിന്ന് രജീഷ് കരിവള്ളൂരിനും വിജേഷ് അണങ്ങൂരിനുമൊപ്പം അരുൺ പാറക്കൽ, 24. അപ്പോൾ കാസർഗോട്ടെ വിഭവങ്ങളൊക്കെ കണ്ടല്ലോ. രാത്രി കാലങ്ങളിൽ അവിടെ ഇങ്ങനെ വൈബ് പിടിച്ച സ്ഥലങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോവുക. കാസർഗോഡ് വഴി യാത്ര ചെയ്യുന്നൊരു കാസർഗോഡ് ഫുഡിന് ഭയങ്കര റേറ്റാണ്. അവിടെ 3 വർഷം താമസിച്ചു എന്നൊരാൾ അനുഭവം പറയുന്നുണ്ട്. പക്ഷെ നമ്മളിതൊരു യാത്രയിലൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി കഴിച്ചൊക്കെ പോകുന്ന ഒരു പോക്ക് അങ്ങനെ ആലോചിക്കാം.